പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ പിഴവുകൾ വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കടന്നു വന്ന ഒരു പിഴവ് ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളും കുറവല്ല. നാം പറയുന്നതിലും നാം പ്രവർത്തിക്കുന്നതിലുമൊക്കെ സാധാരണഗതിയിൽ പിഴവുകൾ സംഭവിക്കാറുണ്ട്. അത് മനുഷ്യ സഹജമാണെന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. ഭരണപരമായ കാര്യങ്ങളിൽ ഭരണകർത്താക്കളിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചാൽ അതൊരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ദൂഷ്യവശങ്ങളിലേക്ക് കടന്നു പോകാം. ഒരു ഡ്രൈവിംഗിൽ വരുന്ന പിഴവുകൾ ഒരു പക്ഷേ ആൾനാശത്തിലേക്കും വലിയ ദുരന്തങ്ങളിലേക്കും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു ശസ്ത്രക്രിയയിൽ സംഭവിക്കുന്ന പിഴവ് പലപ്പോഴും ഒരു രോഗിയുടെ മരണത്തിനും ഒരു കുടുംബത്തിന്റെ അസ്വസ്ഥതയ്ക്കും തീരാ ദുഃഖത്തിനും കാരണമായി പരിണമിക്കാറുണ്ട്. അങ്ങനെ ഏതെല്ലാം ജീവിതത്തിന്റെ മേഖലകളിൽ പിഴവുകൾ സംഭവിച്ചാലും തക്കതായ ദൂഷ്യവശങ്ങൾ, അനന്തരഫലങ്ങൾ വളരെ മാരകമായിരിക്കും, നിർണായകമായിരിക്കുമെന്ന് നമുക്കറിയാം. 20 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ ജനതയെ 40 വർഷക്കാലം മഴയും നീരൊഴുക്കുമില്ലാത്ത മരുഭൂമിയിലൂടെ കൊണ്ടു നടന്നൊരു മനുഷ്യൻ, വിതയും കൊയ്ത്തുമില്ലാത്ത മണലാരണ്യത്തിലൂടെ ആനയിച്ച ഒരു മനുഷ്യൻ ബൈബിളിലുണ്ട്. അവന്റെ പേരാണ് മോശ. കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിനിടെ അവർ സീൻ മരുഭൂമിയിലെ കാദേശിൽ പാർക്കുമ്പോഴാണ് മോശയുടെ സഹോദരിയായിരുന്ന മിരിയാം അവിടെ വെച്ച് മരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ദുഃഖമായിരുന്നു. മോശയ്ക്ക് മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്കെല്ലാം അത് വലിയ ദുഃഖത്തിന് കാരണമായിട്ട് തീർന്നു എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വചനത്തിൽ കുടിവെള്ളം പോലും ഇല്ലാതെ ഈ 20 ലക്ഷത്തോളം വരുന്ന വലിയ ജനക്കൂട്ടം മോശയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്, മോശയോട് കലഹിക്കുകയാണ്, മോശയോട് ദേഷ്യപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ തന്നോട് നിലവിളിക്കുന്ന മോശയോട് യഹോവയായ ദൈവം ഇപ്രകാരം തിരുവായി മൊഴിയുകയാണ്: മോശേ, നീ നിന്റെ വടിയെടുത്ത് നീയും നിന്റെ സഹോദരനായ അഹറോനും ഈ സഭയെ മുഴുവൻ വിളിച്ചുകൂട്ടി സകലരും കാണുക, നീ ഈ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. മോശയും അഹറോനും ജനക്കൂട്ടത്തെ, ഈ സഭയെ മുഴുവൻ ആ പാറയുടെ അടുക്കലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. അപ്പോഴും പിറുപിറുത്തുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് കടന്നു വരുന്ന 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ മോശയ്ക്ക് കോപം ജ്വലിക്കുകയാണ്. അവൻ ജനത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: അല്ലയോ മത്സരികളെ, നിങ്ങൾ ഇത് കേൾപ്പിൻ. ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? അത് പറഞ്ഞതിന് ശേഷം മോശ തന്റെ കൈ ഉയർത്തി ആ കൂറ്റൻ പാറമേൽ 2 വട്ടം അടിച്ചു എന്ന് സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കോപം ജ്വലിച്ച ഈ മോശയുടെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിച്ചു. 1-ാമത്തെ പിഴവ്, തൻ്റെ കൂടെയുള്ള 20 ലക്ഷത്തോളം വരുന്ന ആളുകൾ യഹോവയായ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് ഒരു നിമിഷം മോശ മറന്നുപോയി. അതുകൊണ്ടാണ് മോശ ആ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത്: നിങ്ങൾ മത്സരികളാ, അല്ലയോ മത്സരികളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾപ്പിനെന്ന് മോശ
വർദ്ധിച്ച ദേഷ്യത്തോടുകൂടെ അവരോട് പറഞ്ഞത്. ഒരു ജനനേതാവ്, ഒരു ആത്മീയ നേതാവ് ഒരിക്കലും ജനത്തെ വിളിക്കുവാൻ പാടില്ലാത്ത ഒരു വാക്കാണ് മത്സരികളെ എന്നുള്ളത്. പക്ഷേ അവൻ്റെ നാവിൽ ആ സമയത്ത് ആ വാക്ക് വന്നു പെട്ടു. അത് വളരെ വലിയൊരു പിഴവായി എന്ന് പിന്നീട് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്, പാറയോട് കൽപ്പിക്കാനാണ് യഹോവയായ ദൈവം കൽപ്പിച്ചത്. പക്ഷേ മോശ പാറയെ അടിക്കുകയാണ് ചെയ്യുന്നത്. ജനത്തോട് സംസാരിക്കുമ്പോൾ കോപം പൂണ്ട മോശ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം തരികയില്ലയോ എന്നാണ്. യഹോവയെ ഒരു നിമിഷം മറന്നുപോയി. ഈ പടുകൂറ്റൻ പാറയിൽ നിന്ന് യഹോവയുടെ ആജ്ഞാനുസരണം കൽപ്പിക്കുമ്പോൾ വെള്ളം പുറപ്പെടുന്നത് യഹോവയുടെ വചനപ്രകാരമാണെന്നുള്ള കാര്യം മോശ മറന്നുപോയി. അത് അവന്റെ ജീവിതത്തിൽ അടുത്ത പിഴവായി തീരുകയാണ്. യഹോവയെ മറന്നുപോയിരിക്കുന്നവൻ. 103-ാമത്തെ സങ്കീർത്തനത്തിന്റെ 33-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു എന്നാണ്. മോശ സംസാരിച്ചത് അവിവേകത്തോടു കൂടിയാണ്. അവന്റെ അധരങ്ങളിലൂടെ പിഴവ് സംഭവിച്ചിരിക്കുന്നു, പാപം കടന്നു വന്നിരിക്കുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യഹോവയുടെ കൽപ്പന അനുസരിച്ച് ഹോറേബിൽ ശക്തമായ കാഠിന്യമുള്ള പാറയുടെ മേൽ അടിച്ചപ്പോൾ അത്ഭുതകരമായി വെള്ളം പുറപ്പെട്ടത് മോശയുടെ മനസ്സിലുണ്ട്. എന്നാൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരിക്കലും പാറയെ അടിക്കാൻ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞില്ല, നീ ആ പാറയോട് വെള്ളം ചോദിക്കുക എന്ന. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ പാറയെ അടിച്ച് അത്ഭുതം പ്രവർത്തിച്ചവൻ ഇവിടെ അതേ സ്ഥിതി തുടരുകയാണ്. അങ്ങനെ യഹോവയുടെ കൽപ്പനയ്ക്ക് എതിരായി പാറയെ 2 വട്ടം അടിച്ച മോശ അവന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു പിഴവ് ആവർത്തിക്കുകയാണ്. പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞെടുത്ത് പാറയെ അടിച്ച മോശ യഹോവയുടെ വാക്കുകളെയാണ് ധിക്കരിച്ചത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പിഴവുകൾ സംഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. വാക്കില്, പ്രവൃത്തിയിൽ ഒക്കെ പിഴവുകൾ സംഭവിക്കാം. എന്നാൽ ആ പിഴവുകളെ തിരിച്ചറിയാനും ദൈവത്തോട് ക്ഷമയാചിക്കാനും മറ്റുള്ളവരോട് പൊറുക്കാനും അനുരഞ്ജനത്തിന്റെ ആത്മാവിൽ അവരോട് ഇടപെടാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് കെട്ടുപണി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ വന്ന പിഴവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. അവയെ തിരിച്ചറിയാൻ സാധിക്കണം. അവ പിഴവുകളാണെന്ന് മനസ്സിലാക്കി അനുതാപമുള്ളൊരു ഹൃദയത്തോടുകൂടെ അതിനെ തിരുത്തുവാൻ, ആ പിഴവിനെ പ്രായശ്ചിത്തം ചെയ്യുവാൻ മനസ്സുകൊണ്ട് നാം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പിഴവുകളെ നമുക്ക് മറികടക്കാൻ സാധിക്കുക. അതിന് ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യ ബോധം നമുക്ക് ആവശ്യമാണ്. ദൈവിക സാമീപ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പിഴവുകളെ ഒന്ന് സമർപ്പിച്ച് നമ്മുടെ പിഴവുകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സുവിശേഷം നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മനോഹരമായ ഒരു പ്രഭാതകാലം, സന്തോഷവും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനാമൃതതാമൃതരാംഗ്രിയുഗാ
महितामलतारक वचनामृततामृतराङ्घ्रियुगात्मविलास